അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വന്ന സ്ത്രീകൾക്ക് പോലും ഇപ്പോൾ അടുക്കളയിലേക്ക് മടങ്ങിപ്പോവേണ്ട അവസ്ഥയാണെന്ന് KFDC ചെയർപേഴ്സൺ ലതിക സുഭാഷ്. പരിമിതികളും കുറ്റപ്പെടുത്തലും സാമ്പത്തിക പരാധീനതകളും സ്ത്രീകളെ തിരികെ അടുക്കളയിലേക്ക് തന്നെ എത്തിക്കുകയാണ്. ഈ സാമൂഹിക സാഹചര്യത്തിന് മാറ്റം വരണമെന്നും അവർ പറഞ്ഞു. NCPS തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടവതി രാമകൃഷ്ണന്റെ 6ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പുരുഷന് പൊതുപ്രവർത്തനത്തിന് 1 രൂപ ചെലവാകുമ്പോൾ ഒരു സ്ത്രീക്ക് 5 രൂപ ചെലവാകും. നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് അരുതുകളും ഒരുപാട് പരിമിതികളുമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെ ജീവിക്കുന്നത്. 30,000-ലേറെ സ്ത്രീകൾ പൊതുരംഗത്ത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും 50% വരുന്നുവെന്നാണ്. ഈ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ഡോക്ടറേറ്റ് എടുത്ത ആളുകളോ സർവേ എടുക്കട്ടെ, എത്ര പേര് തിരിച്ചു വീട്ടിൽ കയറിയിരിക്കുന്നു. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വന്നവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകള് തിരിച്ച് അടുക്കളയിലേക്ക് പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരുപാട് പരിമിതികളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പരാധീനതകളും അവര് ഇതുവരെ ജീവിതത്തിൽ 30 വയസ്സ് വരെ ജീവിച്ച ഒരാളാണെങ്കിൽ അതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാസ്ഥ്യം പോലും നഷ്ടപ്പെട്ട് പേരുദോഷമൊക്കെ കേട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങാമെന്ന് ചിന്തിക്കുന്നതാണ്. വടവതി രാമകൃഷ്ണനൊപ്പം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവരും സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ജില്ലാ പ്രസിഡന്റ് K. സുരേശൻ അധ്യക്ഷനായി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ കാരായി രാജൻ, MP അരവിന്ദാക്ഷൻ, ഡോക്ടർ KK കുമാരൻ എന്നിവരെ ആദരിച്ചു. കതരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, KPCC അംഗം സഞ്ജീവ് മാറോളി, പൊന്നം കൃഷ്ണൻ, കതരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, എക്സ് സർവീസ് ലീഗ് നേതാവ് PK ബാലകൃഷ്ണൻ, KK നാരായണൻ, V പത്മനാഭൻ, പുരുഷു വരക്കൂൽ, P പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ കതരൂർ ബംഗ്ലാവിൽ വീട്ടിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും രാമകൃഷ്ണനെ സ്നേഹിക്കുന്നവരും ഉൾപ്പെടെ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.